عليكم ورحمة الله وبركاته. عليكم السلام. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇന്ന് നമ്മൾ അൽ കിതാബ് പഠന പരമ്പരയിൽ ചർച്ച ചെയ്തത് തൗബ അല്ലെങ്കിൽ പശ്ചാത്താപം എന്നൊരു വിഷയമാണ്. നമ്മൾ പലരും റമദാൻ മാസത്തിൽ തൗബ ചെയ്തിട്ടുണ്ടാവും. തൗബ റമദാൻ മാസത്തിൽ മാത്രമല്ല ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. തൗബ എന്ന് പറയുന്നത് തൗബ പശ്ചാത്താപം നമ്മൾ പരിഭാഷപ്പെടുത്താറ് മടങ്ങുക എന്നാണ് അർത്ഥം. താപ നിറ മടങ്ങി. എവിടേക്ക് മടങ്ങി? അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിലേക്ക്, തിന്മകളിൽ നിന്ന് നന്മയിലേക്ക്, അങ്ങനെ അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കമാണ് തൗബ, പശ്ചാത്താപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹു മദ്മൂമത്തായിട്ടുള്ള ആക്ഷേപാർഹമായ കാര്യങ്ങളിൽ നിന്ന് മംദൂഹ ആയിട്ടുള്ള അതിൽ പ്രശംസാർഹമായ സ്തുത്യർഹമായ കാര്യങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ് തൗബ എന്തുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദോഷം നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ദോഷം ഇനി ഭാവിയിൽ ആവർത്തിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടിയാണല്ലോ തൗബ ചെയ്യുന്നത്. അത് അതിന്റെ ഒരു റുക്കിനിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ചെറുപ്പക്കാര് ഒന്നും തൗബ ചെയ്യാൻ പറ്റില്ല, കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ എന്നൊക്കെ ഒരു ധാരണ. അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ, തെറ്റുകൾ ചെയ്ത് ജീവിക്കാൻ ചെറുപ്പകാലത്ത് എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഏതു സമയത്താണ് മരണം വരികയെന്നറിയില്ലല്ലോ. ഇനിയിപ്പം പ്രായം ചെന്നിട്ട് തൗബ ചെയ്യാന്നാണ് ചില ആളുകൾ പറയാറ്. ഇപ്പോഴത്തന്നെ തൗബ ചെയ്താൽ ശരിയാവില്ല, കാരണം പിന്നെയും തെറ്റ് ചെയ്യുമല്ലോ, ഇനിയും കുറെ കാലം ജീവിക്കാണ്ടല്ലോ. അപ്പൊ ചെറുപ്പകാലത്ത് കുറച്ചൊക്കെ അടിച്ചു കൊടുക്കണ്ടേ എന്നൊരു ചിന്ത ചിലർക്ക്. അപ്പൊ ഇവരുടെ സംസാരം കേട്ടാൽ വിചാരിക്കുന്നതാണ്, പിന്നെ ഈ ഇത്ര കാലം, ഒരു നിശ്ചിത കാലം ഗ്യാരണ്ടി ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെറുപ്പാണോ വലിപ്പാണോ എന്നുള്ളതല്ല, നമ്മുടെ അജരെത്തുമ്പോ എന്ത് ചെയ്യും? നമ്മുടെ അജരെത്തുമ്പോ നമ്മൾ മരിക്കും. ചിലപ്പോ തീരെ ചെറുപ്രായത്തിലായിരിക്കും, ചിലര് കുറെ പ്രായം ചെന്നിട്ടായിരിക്കും മരിക്കുന്നത്. മനസ്സിലല്ലേ? കുറേ അധികം പ്രായം, കുറെ കാലം ജീവിക്കുന്നവരുണ്ടാവും, വളരെ ചെറുപ്പത്തിൽ മരിക്കുന്നവരുണ്ടാവും, യുവാവുമ്പോൾ മരിക്കുന്നവരുണ്ടാവും, അല്ലെ, മധ്യവയസ്സിൽ മരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മുടെ അജൽ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം, തൗബ ചെയ്ത് റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാല്, തൗബ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ, കാരണം തെറ്റുകൾ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഈ തൗബയുടെ റുക്കനുകൾ 4 പറയുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് വിരമിക്കുക, സ്റ്റോപ്പ്, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഖേദമുണ്ടാവുക എന്ന്, അക്കലാ എന്ന് പറഞ്ഞാൽ വിരമിച്ചു, അക്കലാഴ് വിരമിക്കൽ, അക്കലാവിൽ ഖേദം, ലദ്മ് ഉണ്ടാവുക എന്നാണ് തൗബയുടെ ഫർളുകളിലൊന്ന്. ഇഖ്ലാഅ് വിരമിക്കൽ, എന്തിൽ നിന്ന് വിരമിക്കല? ദോഷങ്ങളിൽ നിന്ന് വിരമിക്കൽ. 2 നദ്മ്, ഖേദമുണ്ടാവും, ചെയ്തു കഴിഞ്ഞ പാപങ്ങളെ തൊട്ട് ഖേദിക്കുക, അള്ളാഹു ഞാൻ ചെയ്യാൻ പാടില്ലാത്ത എന്ന് പക്ഷെ ചെയ്തു പോയല്ലോ, പൊറുക്കണേ, അതാണ് മനസ്സിലായി, അതാണ് നദ്മ്. പിന്നെ എന്താണ്? അസ്മ് ഉണ്ടാവുന്നത്, ഒരു ഭാവിയിൽ, മുസ്തഖ്ബിൽ, ഭാവി കാലത്ത് ഒരു തെറ്റും ചെയ്യുകയില്ല എന്നൊരു ദൃഢനിശ്ചയം എന്ന് പറയുമ്പോ ആ മൂന്നാമത്തെ ഈ ഫർദ് അല്ലെങ്കിൽ റുക്കിന് പറയുമ്പോ ചിലർക്കൊരു സംശയമാണ്. കാരണം വെച്ചാല് ഭാവിയിൽ ഇപ്പൊ തെറ്റ് ചെയ്യില്ല എന്നിപ്പം തെറ്റ് ചെയ്തുകൂടാ ഇല്ലേ, മനുഷ്യനല്ലേ. അപ്പൊ അതുകൊണ്ട് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാവിയിൽ തെറ്റ് ചെയ്യരുത് തന്നെയാണ്, എന്നാൽ ഭാവിയിൽ തെറ്റ് ചെയ്യൂല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോട് കൂടി ആയിരിക്കണം തൗബ ചെയ്യേണ്ടത്. നേരെ മറിച്ച് തൗബ ചെയ്യുമ്പോൾ തന്നെ ഇയാളുടെ ഉദ്ദേശം തൗബ ഇനിയും ചെയ്യാലോ, അപ്പൊ ഇപ്പൊ ഒരു തൗബ ഇതുവരെയുള്ള ദോഷമൊക്കെ പുറത്തിട്ടി, ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തെറ്റ് ചെയ്യാം. ഇനിയിപ്പോ റമദാൻ തൗബ ചെയ്തു, ഇനി റമദാൻ വരെയല്ലേ, അപ്പൊ റമദാൻ കഴിയുന്നതോട് കൂടി എന്ത് ചെയ്യുക? പഴയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ തെറ്റുകൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് പോവുക. എന്നിട്ട് പിന്നെ അടുത്ത റമദാൻ ആകുമ്പോൾ സൂപ്പറായിട്ട് തൗബ ചെയ്യാം, തെറ്റുകളൊക്കെ മാറുന്നിട്ട്. ആ ഒരു തൗബയല്ല. അപ്പൊ എന്താണ് ഇയാളുടെ മനസ്സിലപ്പോ എന്തായി? ആദ്യമേ എന്താണ് തൗബ ചെയ്യുമ്പോ തന്നെ മനസ്സിലെന്താണ്? ഇനി തെറ്റ് ചെയ്യണം ഭാവിയിൽ എന്നാണ്. അങ്ങനെ ഉണ്ടാവരുന്നതാണ്. ദൃഢനിശ്ചയം വേണമെന്ത്? ദൃഢമായ ഒരു ബോധ്യം, ഒരു നിശ്ചയം വേണമെന്ത്? ഇനി ഞാൻ ഈ തെറ്റുകളിലേക്ക് പോവില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ആകസ്മികമായി എന്തെങ്കിലും ഒരു തെറ്റ്, ചിലപ്പം ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് വരും.
അപ്പൊ തെറ്റുകൾ ചെയ്യുന്നത് നമ്മുടെ ന്യൂനതയായി വരികയാണ്. അത് പരമാവധി ഒഴിവാക്കണം. അപ്പൊ ആക്സിഡന്റലായിട്ട് ആകസ്മികമായിട്ട് ചിലപ്പോൾ എന്നിരുന്നാൽ പോലും തെറ്റ് വന്ന് എന്ന് വരാം, അങ്ങനെ തീരെ വരില്ല എന്നുള്ളതല്ല. പക്ഷെ വരുന്ന ഭാവിയിൽ തെറ്റ് ചെയ്യുമോ ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല, വൈബ് നമുക്കറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവണം, ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുന്നത് തെറ്റ് ചെയ്യരുത്, ഇനി ഞാൻ ചെയ്യില്ല എന്നുള്ള അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കണം നമ്മൾ തൗബ ചെയ്യേണ്ടത് എന്നർത്ഥം. കാരണം മനസ്സ് അറിഞ്ഞ് തൗബ ചെയ്യണം എന്നതാണ്. തൗബയെ കുറിച്ച് പറയുന്ന ഒരായത്ത് നോക്കാം. സൂറത്ത് 66-ാമത്തെ സൂറത്താണ് തഹ്രീം, അതിൽ 8-ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير يا أيها الذين آمنوا എന്താ അർത്ഥം? അല്ലയോ സത്യവിശ്വാസികളെ, തൂബു നിങ്ങൾ തൗബ ചെയ്യും. താബ തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു എന്നർത്ഥം. താബ യതൂബു എന്നാണ്. ശരിക്കും എന്താ അർത്ഥം? എങ്ങനെയാണ് അസുര? തബബ യത്തുബു എന്നാണ്. തബബ യത്തുബു, അതാണ് താബ യതൂബു എന്നായത്. അപ്പൊ ഉത്തുബൂബു എന്നായിരിക്കും വരിക അല്ലെ. ഉഫ്ഉൽ എന്ന് പറയും. ഉൻസുർ നസറ യൻസുർ ഉൻസുർ എന്ന് പറയും. ഉത്തുബൂബു എന്നാണ്. അപ്പൊ അതിന്റെ അസുൽ അങ്ങനെയാണ്. ഉത്തുബൂബ് തുബ്, നീ തൗബ ചെയ്യും. ഉത്തൂബ് എന്തായി? തുബ് എന്നായി. തുബ് തൂബ തുബു, ഉത്തുബ് ഉത്തുബ ഉത്തുബ ഉത്തുബു എന്നായി. അപ്പൊ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തുബ് തൂബ തുബു, തുബു എന്നുള്ള ബഹുവചനം ആണ്. തൂബു നിങ്ങൾ തൗബ ചെയ്യൂ, പശ്ചാത്തപിച്ചു മടങ്ങൂ. ഇലല്ലാഹി അല്ലാഹുവിങ്കലേക്ക്, തൗബത്തൻ നസൂഹ നസൂഹായ ഖാലിസായ അപാർത്ഥതയുള്ള ശരിയായ തൗബ ചെയ്ത് മടങ്ങൂ. നിഷ്കളങ്കമായിട്ടുള്ള തൗബ ചെയ്ത് മടങ്ങൂ. അസാ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ആയേക്കാം, അൻ യുകഫിറ അൻകും നിങ്ങളെ തൊട്ട് പുറത്തേക്കാം. എന്ത്? സയ്യാതിക്കും നിങ്ങളുടെ പാപങ്ങൾ, ഇവിടെ തിന്മകൾ പാപങ്ങളാണ്. വയുദ്ഖിലക്കും അദ്ഖല യുദ്ഖിലു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. പൂർത്തിയാക്കി പറ. ജന്നാത്തിൻ സ്വർഗങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹാ ആ സ്വർഗങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ ഒഴുകുന്നു. തജ്രി ഒഴുകുന്നു. ജറായജിരി ജറായജിരി അല്ലെ. യജ്രി യജ്രിയാനി വന്നിട്ട് തജ്രി ഒഴുകുന്നു. മിൻ തഹ്തിഹാ ആ സ്വർഗങ്ങളുടെ തഹ്ത താഴെ, ഫൗഖ മുകളിൽ. അൽ അൻഹാറു നെഹ്റിന്റെ ബഹുവചനം അൻഹാർ, പുഴകൾ നദികൾ ഒഴുകുന്നു. അപ്പൊ നദികൾ താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. നിങ്ങളുടെ തിന്മകൾ അവൻ ദൂരീകരിച്ചേക്കാം, അവൻ പുറത്തു തന്നേക്കാം. തൗബ ചെയ്താൽ മനസ്സിലായില്ലേ? യൗമ ഏത് ദിവസം നിങ്ങൾക്ക് ഈ സ്വർഗീയ അനുഭവം ലഭിക്കുന്ന ഏത് ദിവസമായിരിക്കും? യൗമ ഒരു ദിവസം. ലാ യഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ നബിയെയും സത്യവിശ്വാസികളെയും അള്ളാഹു അപമാനിക്കാത്ത ദിവസം. ആർക്കാണ് അപമാനം? കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, സത്യനിഷേധികൾക്കായിരിക്കും ഖിസീർ, അപമാനം, നിന്ദ്യത. ഇക്കാലത്ത് പരലോകത്ത് അന്ത്യനാളിൽ അല്ലേ. അപ്പൊ ഖിസീർ ഇല്ലാത്തവർ ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിയാക്കളും സത്യവിശ്വാസികളും ഒക്കെ ആയിരിക്കും അല്ലെ. ഖിസീർ ഇല്ലാത്തവർ. ലാ യഖ്സില്ലാഹു അൻ നബിയ്യ വല്ലദീന ആമനൂ നബിയെയും
സത്യവിശ്വാസികളെയും വല്ലദീന ആമനു മഅഹു നബിയോടുകൂടെയുള്ള സത്യവിശ്വാസികൾ, നബിയോടുകൂടെ വിശ്വസിച്ച സത്യവിശ്വാസികൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമുകൾക്കും നിന്ദ്യതയില്ലാത്ത ദിവസം. ആ ദിവസം സ്വർഗീയ ആരാമങ്ങൾ, എങ്ങനെയുള്ള സ്വർഗീയ ആരാമങ്ങളാണ്? താഴ്വാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ നസുഹായ നിഷ്കളങ്കമായ തൗബ ചെയ്യണം എന്നതാണ്. ഇനി ആ അവസ്ഥയിൽ ആ വിശ്വാസികളുടെ അവസ്ഥ എങ്ങനെയാണ്? നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം. നൂറുഹും അവരുടെ പ്രകാശങ്ങൾ, അവരുടെ പ്രകാശം യസ്ആ സഞ്ചരിക്കുന്നു ബൈന ഐദീഹിം അവരുടെ മുമ്പിലൂടെ, അവരുടെ പ്രകാശം അവരുടെ മുമ്പിലൂടെ. അപ്പം ഇരുട്ടില്ല അവർക്ക്, അല്ലെ? അന്ധത ഇല്ല അവർക്ക്. വബി ഐമാനിഹിം അവരുടെ വലതുഭാഗത്തൂടി അവരുടെ പ്രകാശം സഞ്ചരിക്കുന്നു. യമീൻ ജം ഐമാൻ, അല്ലെ? യമീൻ വലത് ഭാഗം, ഷിമാൽ ഇടത് ഭാഗം. യമീനുൻ വലത്, ഷിമാലുൻ ഇടത്, ഐമാനുൻ യമീനിന്റെ ജം ആണ്, ബഹുവചനം, വലത് ഭാഗങ്ങൾ എന്നർത്ഥം. മാത്രമല്ല യഖൂലൂന എന്നിട്ട് അവർ പറയും, അവരെന്താ പറയാ? റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു ദുആണ്, ഖുർആനിൽ വന്ന നിരവധി ദുആകളുണ്ട്, പെട്ടൊരു ദുആണ്, അല്ലേ? വിശ്വാസികളുടെ ദുആണ്. നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന ദുആണ്. ശരി, കാണാൻ പഠിക്കണ്ട. റബ്ബന ഞങ്ങളുടെ നാഥാ, അത്മിം ലനാ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരണമേ. അതമ്മ പൂർത്തീകരിച്ചു, യതിമ്മു അതമ്മ യുതിമ്മു, അല്ലാഹു മുതിമ്മു നൂരിഹി, മുതിമ്മുൻ പൂർത്തീകരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ അത്തമ്മ എന്നുള്ളത് അത്തുമമ എന്നാണ്. ശരി, എന്താണ്? അത്തുമമ, അത് അതമ്മനാക്കി. ശരി, അസിൽ അത്തമ്മ എന്നാണ്. അപ്പൊ അതമ്മ യുതിമ്മു ഇത്മാമുൻ ഫഹുവ മുതിമ്മുൻ. ഇത്മാമുൻ നാർബം മീമ് രണ്ടും കൂടി തഹ്ലീലായി വേർതെ കേട്ടോ, അത് ഷദ്. അതമ്മ യുതിമ്മു ഇത്മാമുൻ ഫഹുവ മുതിമ്മുൻ. അല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുന്നവനാണ്. അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? വിശ്വാസികൾ പ്രാർത്ഥിക്കാണ്, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് അത്മിം, അത്മിം നീ പൂർത്തീകരിക്കണമേ, ലനാ ഞങ്ങൾക്ക്. അതമ്മ യുതിമ്മു ഇത്മാമുൻ ഫഹുവ മുതിമ്മുൻ, അൽ അംറു മിൻഹു അത്മിം. അത്മിം നീ അഫ്ഇൽ എന്നുള്ള വചനാണ് കേട്ടോ. അത്മമ യുത്മിമു ഇത്തിമാമുൻ ഫഹുവ മുത്മിമുൻ അൽ അംറു മിൻഹു അത്മിം എന്നാണ് അസ്ൽ. അപ്പൊ ശരിക്കും എങ്ങനെയാ? അസ്ൽ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അതമ്മ യുതിമ്മു ഇത്മാമുൻ ഫഹുവ മുതിമ്മുൻ അൽ അംറു മിൻഹു അത്മിം. ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു നൽകണമേ. വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. ഇന്നക നിശ്ചയം നീ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിന്മേലും ഖദീർ കഴിവുള്ളവനാണ് എന്ന്. ഇനി ഇതിന്റെ തഫ്സീർ നോക്കാം. തഫ്സീർ ത്വബരിയിൽ വന്ന വാർത്ത. يقول تعالى ذكره يا أيها الذين صدقوا يا أيها الذين صدقوا الله توبوا إلى الله يقول ارجعوا من ذنوبكم إلى طاعة الله وإلى ما يرضيه عنكم توبة نصوحا يقول رجوعا لا تعودون فيها أبدا. الله പറയാണ് يا أيها الذين آمنوا എന്ന് പറഞ്ഞാൽ يا أيها الذين صدقوا الله അള്ളാഹുവിനെ സത്യപ്പെടുത്തിയവരെ, തസ്ദീഖ് ചെയ്തവരെ. അതാണ് തസ്ദീഖുൻ ബിമാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തൽ, അതാണല്ലോ ഈമാൻ. അപ്പൊ അള്ളാഹുവിനെ സത്യപ്പെടുത്തിയവരെ എന്നർത്ഥം. വിശ്വസിച്ചവരെ ആരാണ്? എന്ത് വിശ്വസിച്ചവര്? അള്ളാഹുവിനെ സത്യപ്പെടുത്തിയവരെ എന്നാണ്. യാ അയ്യുഹല്ലദീന സ്വദ്ദഖുല്ലാഹ, സ്വദ്ദഖ സത്യപ്പെടുത്തി, സ്വദ്ദഖ സ്വദ്ദഖ സ്വദ്ദഖു. തൂബൂ ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞാൽ യഖൂലു അള്ളാഹു പറയുന്നു ഇർജിഉ മിൻ ദുനൂബികും ഇലാ ത്വാഅത്തില്ലാഹ്. ഇർജിഉ
നിങ്ങൾ മടങ്ങൂ. എവിടുന്ന് വാങ്ങും? മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മടങ്ങും. എവിടേക്ക്? ഇലാ ത്വാഅത്തില്ല, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലേക്ക്. അള്ളാഹുവിന് ത്വാഅത്ത് അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ മടങ്ങും. പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിരമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിലേക്ക് മടങ്ങൂ എന്നാണ് അള്ളാഹു പറയുന്നത്. മാത്രമല്ല ഇലാ മാ, ഒന്നിലേക്കും, യുർദീഹി അൻകും, യുർദീഹി അവൻ ഇഷ്ടപ്പെടും, അതിനെ ഇഷ്ടപ്പെടും, അൻകും നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങൂ. ശരി, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തികളിലേക്കും മടങ്ങും. അക്കാര്യങ്ങൾ ചെയ്തിട്ട് പാപങ്ങൾ മാറ്റി നിർത്തും, പാപങ്ങൾ ഒഴിവാക്കും എന്നർത്ഥം. തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞാൽ എന്താ? യഖൂലു പറയുന്നു, റുജൂഅൻ ഒരു മടക്കം, റുജൂഅൻ ഒരു മടക്കം. എങ്ങനത്തെ മടക്കം? ലാ തഊദൂന, തിരിച്ച് മടങ്ങുകയില്ല. എങ്ങനത്തെ മടക്കം? തെറ്റുകളിൽ നിന്ന് ഇങ്ങോട്ട് നല്ല നന്മയിലേക്കുള്ള മടക്കം അല്ലെ? അതെങ്ങനെയുള്ള മടക്കം? ലാ തഊദൂന, തിരിച്ചു പോകില്ല, ഫിഹാദിലേക്ക്, അബദൻ, ഒരിക്കലും തിരിച്ചു പോവാത്ത, തെറ്റുകളിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാത്ത ഒരു മടക്കമാണ് മടങ്ങേണ്ടത്. അതാണ് തൗബത്തൻ നസൂഹ എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കാക്കത്തൗബ എന്നറിയില്ലേ? എന്ത്? തെറ്റ് ചെയ്യാ, തൗബ ചെയ്യാ, വീണ്ടും തെറ്റ് ചെയ്യാ, വീണ്ടും തൗബ ചെയ്യാ, വീണ്ടും തെറ്റ് ചെയ്യാ, വീണ്ടും തൗബ ചെയ്യാ. അപ്പൊ തൗബ ചെയ്യുമ്പോൾ ഒരു ആത്മാർത്ഥമല്ല, ഒരു നസൂഹായ തൗബയും മാറുന്നില്ല. ശരി. ഹദ്ദസനാ ഇബ്നു ബഷാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ്, ഒരു റിപ്പോർട്ട് കാണാം. അൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, അത്തൗബത്തുൻ നസൂഹു, തൗബത്തുൻ നസൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തതൂബ മിനൽ ദംബി സുമ്മ ലാ തുഊദ ഫീഹി. എന്താണ്? അൻ തതൂബ, നീ തൗബ ചെയ്യലാണ്, മിനൽ ദംബി, ദോഷങ്ങളിൽ നിന്ന്. കാരണം ദോഷങ്ങളിൽ നിന്ന് മടങ്ങലാണ്. സുമ്മ, പിന്നീട്, ലാ തഊദ ഫീഹി, അതിലേക്ക് തിരിച്ചു വരാതിരിക്കലാണ്, തിരിച്ചു പോവാതിരിക്കലാണ് ആ പാപങ്ങളിലേക്ക്. ഔ അല്ലെങ്കിൽ ലാ തുരീദു അൻ തഊദ, അല്ലെങ്കിൽ നീ മടങ്ങാൻ ഉദ്ദേശിക്കാതിരിക്കലാണ്. ശരി, മടങ്ങാനുള്ളൊരു ഉദ്ദേശമില്ല, അവന് മനസ്സിൽ ഉദ്ദേശമില്ല. പക്ഷെ അവൻ പിന്നീട് ചിലപ്പോ ഒരു തെറ്റ് ചിലപ്പോ ചെയ്തു പോയി എന്ന് തരാം, അപൂർവമായിട്ട് അങ്ങനെ സംഭവിച്ചു തരാം. അതാണ് മടങ്ങണം, തെറ്റുകളിലേക്ക് മടങ്ങണം അവന് ഉദ്ദേശ്യമില്ല. തൗബ ചെയ്യുമ്പോൾ അവന്റെ ഉദ്ദേശം എന്താണ്? ഇനി തെറ്റ് ചെയ്യരുത്, ഇനി ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം എന്നുള്ള. അപ്പൊ ആ ഒരു ഉറച്ച ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കണം തൗബ ചെയ്യുന്നത്. അതിനെയാണ് നസൂഹായ തൗബ എന്ന് പറയുന്നത്. ഇനി വിശുദ്ധ ഖുർആനില് ആദം അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറയുന്നുണ്ടല്ലോ, നമ്മള് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 37-ാമത്തെ ആയത്ത്. ആദം അലൈഹിസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം, ഒരു തെറ്റുണ്ടായി. അതിനെ സംബന്ധിച്ച് ആദം എന്നാണ് ധിക്കരിച്ചു, ഒസിയാനെ സംഭവിച്ചു എന്നതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു എന്നതാണ്. അപ്പൊ അതേക്കുറിച്ച് പറയാ, അത് കുറിച്ച് പറയുന്ന ആയത്ത്, فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. അവിടെ അങ്ങനെ തെറ്റാണെന്ന്, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അത് ചെയ്ത ഉടനെ ആദം അലൈഹി സ്വലാം എന്ത് ചെയ്തു? ഫതലഖ, അപ്പോൾ ആദം സ്വീകരിച്ചു. ഫതലഖ, അപ്പോൾ സ്വീകരിച്ചു. ആര്? ആദം മിർ റബ്ബിഹി, ആദമിന്റെ നാഥങ്കിൽ നിന്ന്, റബ്ബിങ്കിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, കലിമാത്തിൻ, ചില വചനങ്ങളെ സ്വീകരിച്ചു. അള്ളാഹു തന്നെ പറഞ്ഞെടുത്തു എന്താണ് തൗബ ചെയ്യാൻ ചെയ്യേണ്ടത്. അള്ളാഹ് പറഞ്ഞെടുക്കാതെ ആദം അലൈഹി സ്വലാം അറിയോ? ഇല്ല. അപ്പോ അള്ളാഹു തന്നെ ചില കലിമത്തുകൾ നിർദ്ദേശിച്ചു. അത് ചൊല്ലിയാൽ മതി എന്ത്? തൗബ സ്വീകരിക്കാൻ ചില കലിമത്തുകൾ. ഫതാബ അലൈഹി, അപ്പോൾ അള്ളാഹു പാപമോചനം നൽകി, പാപമോചനം സ്വീകരിച്ചു, തൗബ സ്വീകരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം താബ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താബ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു എന്നർത്ഥം. അള്ളാഹുവിനെ സംബന്ധിച്ച് താബ എന്ന് പറഞ്ഞാൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു എന്നർത്ഥം. ശരി, പാപമോചനം നൽകി ആ ബന്ധപ്പെട്ട വ്യക്തിക്ക് എന്നർത്ഥം. ശരി, താബ അലൈഹി, ഫതാബ അലൈഹി, ആദം അലൈഹി സ്വലാമിന് മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു.
അള്ളാഹു പുറത്തു കൊടുത്തു എന്നർത്ഥം. ഇന്നഹു നിശ്ചയം അവൻ, ആര്? അള്ളാഹു, ഹുവ അവൻ, അത്തവ്വാബുർ റഹീം, അത്തവ്വാബ് ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ആണ്, റഹീം കരുണാവാരിധിയും ആണ്. റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇഹലോകത്ത് വഴിപ്പെട്ടവർക്ക് പരലോകത്ത് പ്രത്യേകമായി ഗുണം ചെയ്യുന്നവെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. തവ്വാബു റഹീം എന്നൊക്കെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അല്ലേ, അള്ളാഹുവിനാണ് ഏറ്റവും ഉത്തമമായ നാമങ്ങൾ ഉണ്ട്, അസ്മാഉൽ ഹുസ്ന, അതിൽപ്പെട്ടതാണ് എന്ത് അത്തവ്വാബു റഹീം എന്നൊക്കെ അറിയാലോ. ഇനി അപ്പൊ എന്തായിരുന്നു ആദം അലൈഹിസ്സലാം തൗബക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പദങ്ങൾ, കെലിമത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹു നിഷ്കർഷിച്ച, അള്ളാഹു നിർദ്ദേശിച്ച ആ കെലിമാത്ത് ഏതായിരുന്നു? അത് വിശുദ്ധ മിക്കവാറും തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാം. എന്താണ് അതിന്റെ പ്രമുഖമായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് സൂറത്തുൽ അഅറാഫിൽ 23-ാമത്തെ ആയത്തിൽ പറയുന്ന വചനങ്ങളാണ്. അള്ളാഹു പറയുന്നത് قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അവർ രണ്ടുപേരും പറഞ്ഞു, കൊല്ലാതെ നമ്മൾ രണ്ടുപേരും സാധാരണ പറയില്ല അല്ലെ, കുല്ല കാരണം ബഹുവചനത്തിന്റെ സിഗ തസ്നിയല്ല. കുൽത്തു ഞാൻ പറഞ്ഞു, കുല്ല നമ്മൾ പറഞ്ഞു. നമ്മൾ രണ്ടുപേരാണെങ്കിലും കൊല്ലാണെങ്കിൽ എന്താ പോകണോ? ശരി, അസ്സലാമു അലൈക്കും. ഖാല അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന ആ രണ്ടുപേരും പറഞ്ഞു, ആദം അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവിയും പറഞ്ഞു എന്ത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താ? റബ്ബന ഞങ്ങളുടെ റബ്ബേ, വലംനാ ഞങ്ങൾ അതിക്രമം ചെയ്തിരിക്കുന്നു, അംഫുസന ഞങ്ങളുടെ നഫ്സുകളോട്, നഫ്സുൻ ജമ്മ് അംഫുസ്, അംഫുസന ഞങ്ങളുടെ നഫ്സ്, ഞങ്ങളുടെ ആത്മാക്കളോട്, വഇല്ലം തഗ്ഫിർ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഗഫറ പൊറുത്തു, യഗ്ഫിറു പൊറുക്കുന്നവരെ പൊറുക്കും, യഗ്ഫിറു യഗ്ഫിറാനി യഗ്ഫിറുന തഗ്ഫിറു തഗ്ഫിറാനി യഗ്ഫിർന തഗ്ഫിറു നീ പൊറുക്കും, നീ പൊറുക്കുന്നു. ലം പ്രവേശിച്ചപ്പോ ലം തഗ്ഫിർ എന്നായി, മനസ്സിലാക്കണം കേട്ടോ. ഇൻ ലം തഗ്ഫിർ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ പൊറുക്കുന്നില്ലെങ്കിൽ, ലനാ ഞങ്ങൾക്ക് നീ പൊറുക്കുന്നില്ലെങ്കിൽ, വത്തർഹംന ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വത്തർഹംന ഇതിനോട് അത്ഫ് കേട്ടോ, ഇല്ല എന്നുള്ളതിനോട് ഞങ്ങൾക്ക് നീ അനുഗ്രഹം റഹ്മത്ത് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന നിശ്ചയം ഞങ്ങൾ പെട്ടുപോകും, നിശ്ചയം ഞങ്ങൾ ആയിപ്പോകും, മിനൽ ഖാസിരീൻ പരാജിതരിൽ. ഖസ്റ പരാജയപ്പെട്ടു, ഖസ്റ ഖുസ്റാൻ പരാജയം, ഖാസിർ പരാജിതൻ, ഖാസിറൂൻ ഖാസിരീൻ പരാജിതർ കേട്ടോ. ഇവിടെ മിൻ എന്ന ജറിന്റെ ഹർഫ് വന്നുകൊണ്ട് ഖാസിരീൻ യാവിനും കൊണ്ടാണ് ജറ് കേട്ടോ. വാവ് ജമ്മു മുദക്കർ സാലിമാണ്, അപ്പൊ ജമ്മു മുദക്കർ സാലിമിൽ വാവ് കൊണ്ടാണ് റഫ്ഇ, യാവ് കൊണ്ടാണ് എന്ത് നസ്ബും ജറും. അപ്പൊ ഖാസിരീൻ കേട്ടോ, മുസ്ലിമീൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ എന്താണ് ആദം അലൈഹി സ്വലാമും ഹവ്വാ ബീവിയും കൂടെ ദുആ ചെയ്തത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ സ്വന്തത്തോട് നഫ്സുകളോട് അതിക്രമം ചെയ്തിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും അനുഗ്രഹം ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിശ്ചയം എവിടെ പെട്ടുപോകും? പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് അവർ ദുആ ചെയ്തു. ഈ ദുആ ഖുർആനിൽ വന്നൊരു ദുആ. നമ്മള് ഖുർആനിലും ഹദീസുകളിലും വാരിദായ ദുആകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ദുആകളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഖുർആനിൽ വന്ന ദുആക്ക്, ഖുർആൻ കൂടിയാണത് അല്ലേ, അപ്പൊ അതിന് അതിൻ്റെതായ വളരെയധികം പ്രാധാന്യമുണ്ട്. ഹദീസിൽ വന്ന ദുആകൾക്കും അതേപോലെ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്ന ദുആകൾ പഠിക്കണം, കാണാതെ പഠിക്കണം. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ നിസ്കാരത്തിന് പിറകെ ഒക്കെ പല ദുആകളും ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഈ ദുആകൾ അതിൽ ഉൾപ്പെടുത്തണം. നമ്മൾ കാണാതെ പഠിക്കണം ഈ ദുആകളൊക്കെ. നമ്മുടെ നേരത്തെ പഠിച്ചു അല്ലേ,
റബ്ബന അത്മിം ലനാ നൂറന എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഈ ദുആയും പഠിക്കണം. നീ അറിയണം അന്ന ഹാദിഹിൽ ആയത്ത തഫ്സീർ റാസിയിലുള്ള ഭാഗമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ. ഈ ആയത്ത് മുഫസ്സറത്തുൻ ഫീ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ വിവരിക്കപ്പെട്ടത് മുഫസ്സറത്താണ്, തഫ്സീർ ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിൽ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി നമ്മളിപ്പോ പഠിച്ചു അല്ലേ. അപ്പൊ ആ ആയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് പരാമർശിച്ചിട്ടുണ്ട്. കാരണം എന്താ, ആ കലിമാത്ത് ഇതാണെന്ന് അർത്ഥം ഈ ആയത്തിൽ പറഞ്ഞ. സൂറത്തുൽ ബഖറയിൽ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അത് 37-ാമത്തെ ആയത്ത്. ആ 37-ാമത്തെ ആയത്തിൽ പറയുന്ന കലിമാത്ത്, അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച വചനങ്ങൾ എന്ന് പറയുന്നത്, ആദം അലൈഹിസ്സലാം സ്വീകരിച്ച വചനങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അത് സൂറത്തുൽ അഅറാഫ് 23-ാമത്തെ ആയത്ത് എന്നാണ്. ഫഖദ് ദക്കർനാ ഹുനാക അന്ന ഹാദിഹിൽ ആയത തദുല്ലു അലാ സുബൂരി ദംബിൽ അദീം മിൻ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഒരു ദംബ്, പാപം പൊട്ടിപ്പുറപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ ആദം അലൈഹിസ്സലാമിൽ നിന്നുണ്ടായി എന്ന് ഈ ആയത്ത് തെളിയിക്കുന്നു, അല്ലെങ്കിൽ അറിയിക്കുന്നു അല്ലെ ഈ ആയത്ത്. കാരണം ഈ ആയത്തിൽ അങ്ങനെ ഒരു സൂചനയുണ്ട്. ഇല്ലാ അന്നാ നഖൂൽ എന്നാ നമ്മൾ ഇങ്ങനെ പറയുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ ഹാദ ദംബു ഇന്നമാ സദറ അൻഹു ഖബ്ല നുബുവ, ആദം അലൈഹിസ്സലാമിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് ഈ പാപം, ഈ സംഭവം ഉണ്ടായത്. ആദം അലൈഹിസ്സലാം നബിയാകുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് തഫ്സീർ റാസിയിൽ പറയാം. വഅലാ ഹാദ തഖ്ദീരി ഫസ്വാലു സായിൽ. സൂറത്തുൻ നിസായിൽ 17-18 ആയത്ത്. തൗബ, ഏത് തരം തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക, അള്ളാഹു സ്വീകരിക്കാത്ത തൗബ ഏതാണ്? ഈ രണ്ടായത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. രണ്ടായത്തുകൾ, അതായത് 17-18 ആയത്തുകൾ സൂറത്തുൻ നിസാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما إنما التوبة നിശ്ചയം തൗബ എന്നത് അലല്ലാഹ്, അല്ലാഹുവിങ്കിൽ, ഇൻദല്ലാഹ് അല്ലെങ്കിൽ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് ഉള്ള തൗബ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ തൗബ? അള്ളാഹു തൗബ സ്വീകരിക്കുക ആരുടെ തൗബയാണ്? ലില്ലദീന, ഒരു കൂട്ടർക്കാണ് അള്ളാഹു തൗബ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ തൗബ ഉള്ളത് ആർക്കാണ്? ലില്ലദീന, ഒരു കൂട്ടർക്കാണ്. എങ്ങനെയുള്ളവർ? യഅമലൂന, അവർ പ്രവർത്തിക്കുന്നു. അമില, പ്രവർത്തിച്ചു. യഅമലു, പ്രവർത്തിക്കുന്നു. യഅമലൂന, അവർ പ്രവർത്തിക്കുന്നു. എന്ത്? അസ്സൂഅ, തിന്മ അവർ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതാണ് തൗബ, പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കാറുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, തിന്മ ചെയ്യാന്ന് മാത്രമല്ല, പിന്നെ എങ്ങനെ തിന്മ ചെയ്യാം? ബി ജഹാലത്തിൻ, ജഹാലത്ത് മൂലം, അജ്ഞത മൂലം, അല്ലെങ്കിൽ അറിവുകേട് നിമിത്തം. ജഹാലത്ത് അറിവില്ലായ്മ, അജ്ഞത. ജാഹിൽ പാമരൻ, അറിവില്ലാത്തവൻ എന്നർത്ഥം. സുമ്മ, പിന്നീട്. അപ്പൊ അജ്ഞത മൂലം, അറിവുകേട് മൂലം തെറ്റ് ചെയ്യുകയും, സുമ്മ, പിന്നീട്, യതൂബൂന മിൻ ഖരീബ്, യതൂബൂന, അവർ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. എപ്പോ? കുറെ കഴിഞ്ഞിട്ടല്ല. മിൻ ഖരീബ്, അടുത്തു തന്നെ.
ശരി, അടുത്ത തന്നെ നമുക്ക് വിശദീകരണം വരുന്നുണ്ട്. അപ്പൊ തൗബ ആർക്കുള്ളതാണ്? അല്ലാഹുവിൽ അറിവുകേട് നിമിത്തം, അറിവുകേട് മൂലം, അജ്ഞത മൂലം പാപങ്ങൾ പ്രവർത്തിക്കുകയും എന്നിട്ട് ഉടനെ തന്നെ സമീപ ഭാവിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർ ആണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ തൗബ ഉള്ളത് എന്നർത്ഥം. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. ഫഉലൈക, അപ്പോൾ ആ കൂട്ടർ, യതൂബുല്ലാഹു, അള്ളാഹു തൗബ സ്വീകരിക്കുന്നു, പശ്ചാത്താപം സ്വീകരിക്കുന്നു, അലൈഹിം, അവരുടെ മേൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വകാന അല്ലാഹു അലീമൻ ഹകീമ. അള്ളാഹു അലീമും ഹക്കീമുമാണ്. അലീം എന്ന സർവജ്ഞൻ, ഇൽമുള്ളവൻ. ഹക്കീം യുക്തിജ്ഞൻ, ബുദ്ധിമാൻ. ശരി. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت. وليست التوبة, توبة അല്ല, തൗബ അല്ല. ആദ്യം പറയും ഇന്നമ തൗബത്തു, നിശ്ചയം തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിങ്കൽ എന്നിട്ട് ആർക്കാണ് തൗബ എന്ന് പറഞ്ഞു. ഇനി തൗബ അല്ല, എന്തല്ല, ആർക്കല്ല? ലില്ലദീന, ഒരു കൂട്ടർക്കല്ല. ആദ്യം പറയും ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലത്തിൻ, അറിവുകേട് മൂലം തൗബ ചെയ്യുകയും, അല്ലെ, എന്ത്, തെറ്റ് ചെയ്യുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് അള്ളാഹുവിങ്കൽ തൗബ എന്നത്. എന്നാൽ തൗബ അല്ല, ആർക്കല്ല? ലില്ലദീന, ഒരു കൂട്ടർക്ക് അല്ല. ലൈസാദ് ആദ്യം വന്നു അല്ലെ, ലൈസത്ത് അല്ല. ലൈസത്ത് കാരണം എന്താ? തൗബത്ത് എന്നുള്ള സ്ത്രീലിംഗായതുകൊണ്ട് കേട്ടോ, ലൈസത്ത് എന്നായി. യഅമലൂന സയ്യിആത്തി, അവർ തിന്മകൾ പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള ആളുകൾക്കല്ല. നേരത്തെ പറഞ്ഞു യഅമലൂന സ്സുഅ, തിന്മ പ്രവർത്തിക്കുന്നു. തിന്മകൾ ബഹുവചന രൂപത്തിലാണ്. ശരിയല്ലേ? ഒരു പക്ഷേ അതിന് ആധിക്യം കൊണ്ടായി അല്ലേ? അപ്പൊ തിന്മകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു, തിന്മകൾ പ്രവർത്തിക്കുന്നു. മറ്റേ യഅമലൂന സ്സുഅ, തിന്മ പ്രവർത്തിക്കുന്നു. ഇവിടെ തിന്മകൾ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, തിന്മകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ഏതുവരെ? ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, ഹത്താ ഇദാ ഹദറ, ഹാദിർ ആകുന്നത് വരെ, ഹാദിർ ആകുന്നത് വരെ, അഹദഹും, അവരിൽ ഒരാൾക്ക്, അൽ മൗത്ത്, മരണം. കാരണം മരണമാസന്നമാകുന്നത് വരെ തിന്മകൾ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ല. ഖാല, അങ്ങനെ മരണം മുന്നിൽ കാണുമ്പോൾ അയാൾ പറയും എന്ത്? ഇന്നി തുബ്തുൽ ആൻ, ഇന്നി, നിശ്ചയം ഞാൻ, തുബ്തു, പശ്ചാത്തപിച്ചിരിക്കുന്നു, അൽ ആൻ, ഇപ്പോൾ, അവർക്ക് പറയാം ഇപ്പോൾ, ഇന്നി തുബ്തുൽ ആൻ, മരണം മുന്നിൽ കണ്ട്, അസ്രായിലിനെ കണ്ടു, അല്ലെങ്കിൽ മലക്കുൽ മൗത്തിനെ കണ്ടു അല്ലെ, മലക്കുൽ മൗത്തിനെ കണ്ടു. അപ്പോ മരണം മുന്നിൽ കണ്ട് അപ്പൊ അയാൾ പറയുന്നത് ഇന്നി തുബ്തുൽ ആൻ, ഇപ്പൊ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു, രക്ഷട്ടോ, രക്ഷ. അപ്പൊ അങ്ങനെയുള്ള തൗബ സ്വീകരിക്കുക എന്നാണ്. ശരി, അങ്ങനെയുള്ളവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അതായത് മരണമാസന്നമാകുന്നത് വരെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നൊരു കക്ഷി, മരണമാസന്നമായ സമയത്ത് മരണം നേരിൽ കാണുമ്പോ അദ്ദേഹം പറയുന്നു എന്ത്? ഇന്നി തുബ്തുൽ ആൻ, നിശ്ചയം ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു ഇപ്പോൾ എന്ന്. അത് അല്ലാഹു സ്വീകരിക്കുക ഇല്ല. അങ്ങനെയുള്ളവർക്കുള്ളതല്ല തൗബ. മാത്രമല്ല വലല്ലദീന യമൂതൂന വഹും കുഫാർ, വലല്ലദീന യമൂതൂന, മരിക്കുന്നവർക്കുമല്ല. എങ്ങനെ? വഹും കുഫാർ, അവർ കുഫാറുകളായിട്ട്, സത്യനിഷേധികളായിട്ട് മരിക്കുന്ന ആളുകൾക്കും ഉള്ളതല്ല തൗബ. ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമാ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നാണ് എല്ലാവരെയും. ഉലൈക, കൂട്ടർ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരുണ്ടല്ലോ, മരിക്കോളം, മരണമാസന്നമാകുവോളം തിന്മകൾ ചെയ്തു, അവസാനം മരണം നേരിൽ കാണുമ്പോൾ, മരണമാസന്നമാകുമ്പോൾ അപ്പോൾ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടർ. അല്ലെങ്കിൽ എന്ത്? സത്യനിഷേധികളായി മരിച്ചു പോകുന്ന കൂട്ടർ. ഇവരൊക്കെ സംബന്ധിച്ചെന്താണ്? ഇവർക്ക് തൗബയില്ല. ഇവർക്ക് പിന്നെന്താ ഉള്ളത്? ഉലൈക, കൂട്ടർ. അഅ്തദ്നാ ലഹും, അഅ്തദ്നാ, നാം തയ്യാർ ചെയ്തിരിക്കുന്നു, നാം തയ്യാർ ചെയ്തിരിക്കുന്നു, ആര്? അല്ലാഹു, ലഹും, അവർക്ക്, അദാബൻ, ശിക്ഷ, അലീമാ,
വേദനാജനകമായ. ശരി, ഇസ്മുൽ ഫായിലാണ് അല്ലെ? അലീമ. അലീമ എന്നുള്ള അലീമ എന്നായ എന്തായി അർത്ഥം? അറിവുള്ളവൻ എന്നായി. അൽമ് മറ്റേ അലമാണ്, അലമിൽ നിന്നുള്ളതാണ് അലീം. അൽമ് എന്നുള്ളതാണ് അലീം കേട്ടോ. അർത്ഥം വ്യത്യാസമുണ്ട്. ഇനി ഇതിന്റെ തഫ്സീർ അപ്പൊ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ, ഈ രണ്ടായത്തുകൾ നോക്കുമ്പോ, ഒരാള് അറിവില്ലാതെ തെറ്റ് ചെയ്താൽ മാത്രമേ അള്ളാഹു തൗബ സ്വീകരിക്കുള്ളൂ എന്ന് തോന്നും അല്ലേ? അപ്പൊ അതിന്റെ തഫ്സീർ പറയുന്നത് നോക്കാം. തഫ്സീർ അൽ ബാഗവി قوله تعالى انما التوبة على الله قال الحسن يعني التوبة التي يقبلها. തൗബ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് തൗബയാണ്? അള്ളാഹു സ്വീകരിക്കുന്ന തൗബ എന്നർത്ഥം. എന്നാണ് ഇതിന്റെ ആശയം. ഇന്നമ തൗബത്ത് അല അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന തൗബ എന്നാണ്. തൗബ ഇങ്ങനെയാണ്. ഫയകൂനു അലാ ബിമാന ഇൻദ. അപ്പൊ അലല്ലാഹ് എന്നത് ഇൻദല്ലാഹ് എന്നുള്ള അർത്ഥത്തിലാണ്, അള്ളാഹുവിന്റെ അടുക്കൽ എന്ന അർത്ഥത്തിൽ. ഫഖീല പറയപ്പെട്ടിട്ടുണ്ട് മിനല്ലാഹ്, മിനല്ലാഹ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള എന്ന അർത്ഥത്തിൽ പറയാം. ഒരേ ആശയം തന്നെ. ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവുകേട് നിമിത്തം തിന്മ പ്രവർത്തിച്ചവർക്കുള്ളതാണ് എന്ത്? തൗബ എന്ന് പറഞ്ഞു. ബാക്കിയുണ്ട്. അപ്പൊ അവിടെ അറിവുകേട് നിമിത്തം എന്ന് പറഞ്ഞല്ലേ, അതിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ ഖതാദ എന്ന് പറയുന്നത് മുഫസ്സിറാണ്. അജ്മഅ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഏകോപിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ. എന്ത് വിഷയത്തിൽ? അലാ അന്ന കുല്ല മാ ഉസിയ ബിഹില്ലാഹു ഫഹുവ ജഹാലത്തുൻ അംദൻ കാന ഔ ലം യകുൻ. അല എന്ത്? അന്ന കുല്ല മാ ഉസിയ ബിഹില്ലാഹ്, അള്ളാഹുവിൽ അസ്യാൻ ധിക്കരിച്ചവർ എല്ലാം, അള്ളാഹുവിനെ ധിക്കരിച്ച് ആരൊരു പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി എന്താണ്? ഫഹുവ ജഹാലത്ത്. അതെന്താണ്? അറിവുകേടാണ്. ശരി, അയാൾക്ക് അറിയായിരിക്കും തെറ്റാണെന്ന്, എന്നാലും ഇതൊരു അറിവുകേടാണ്. അംദൻ കാന ഔ യകുൻ ഔ ലം യകുൻ. അതിന് കരുതിക്കൂട്ടിയാണെങ്കിലും അല്ലെങ്കിലും. ഒരാൾ കരുതിക്കൂട്ടി അള്ളാഹുവിനെ ധിക്കരിച്ചു, ഒരു പ്രവൃത്തി ചെയ്യാണ്, ഒരു തെറ്റ് ചെയ്യാണ്. അപ്പൊ അയാളത് കരുതിക്കൂട്ടിയാണെങ്കിലും ഇനി അതല്ലാതെ കരുതിക്കൂട്ടി അല്ലാതെ ചെയ്തതാണെങ്കിലും ഒക്കെ എന്താണ്? അത് എന്താണ്? ഒരു ജഹാലത്താണ്. ഒരാൾ കരുതിക്കൂട്ടി അത് തെറ്റാണെന്ന് അറിയാം, എന്നാലും അയാൾ തെറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു അറിവുകേടാണ്. ആ തെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ജഹാലത്ത് ആണ്. അള്ളാഹുവിനെ ഒസിയാൻ ചെയ്യുന്നവൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ, അവനെല്ലാം ജാഹിലാണ്. ആ സമയത്ത് അവൻ ജാഹിലാണ്. ആ വിഷയത്തിൽ മനസ്സിലായി, അവൻ ജാഹിലാണ്, അറിവില്ലാത്തവൻ. ഇനി വേറെ മുജാഹിദ് എന്ന മറ്റൊരു മുഫസ്സിർ പറയുന്നു ഇതിന്റെ വിശദീകരണം. അൽ മുറാദു മിനൽ ആയ അൽ അംദ്. ഇവിടെ ആയത്തോടുള്ള ഉദ്ദേശം കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്നവരാണ്. അതാണ് ജഹാലത്ത്. ഇവിടെ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി തെറ്റ് ചെയ്യാം. ഖാല കൽബി, കൽബി എന്നവർ പറയുന്നു, അൽ കൽബി ലം യജ്ഹൽ അന്നഹു ദംബുൻ ലകിന്നഹു ജഹല ഉഖൂബതഹു. ലം യജ്ഹൽ, അവന് അറിയാത്തതല്ല, എന്ത്? അറിവില്ലായ്മയായതല്ല. അന്നഹു ദംബുൻ, ആ ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നല്ല അർത്ഥം. ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അറിവുകേട് കൊണ്ട് തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവൻ തെറ്റാണെന്ന് അവൻ അറിയില്ല എന്നതല്ല. പിന്നെന്താ അർത്ഥം? ലാക്കിന്നഹു, എന്നിരുന്നാലും അവൻ ജഹില, അവൻ അറിവില്ല, ഉഖൂബത്തഹു, അതിന്റെ പരിണതി, അതിന്റെ അനന്തരഫലം, ഉഖൂബത്ത്, അതിന്റെ ശിക്ഷ, അതിന്റെ പരിണതി അവൻ അറിയില്ല എന്നതാണ് അതിന്റെ ആശയം. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട്, മാന ജഹാലത്തി, ജഹാലത്ത് എന്ന് പറഞ്ഞാൽ, ജഹാലത്ത് അജ്ഞത, അറിവുകേട് നിമിത്തം തെറ്റ് ചെയ്യാന്ന് പറഞ്ഞേ, അവർക്കുള്ളതാണ് തോന്നാന്നല്ലേ. അപ്പൊ ആ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇഖ്തിയാറുഹും അല്ലദത്തുൽ ഫാനിയത അല ലദ്ദത്തിൽ ബാഖിയതി. ഇഖ്തിയാറുഹും, അവരുടെ തിരഞ്ഞെടുക്കലാണ്, അവരുടെ തിരഞ്ഞെടുക്കലാണ്. ഇഖ്തിയാർ, ഓപ്ഷൻ, എടുക്കൽ. എന്ത്? അല്ലദത, ലദത്ത് രസം, ആനന്ദം. ലദത്ത് രസം, ആനന്ദം. ചോർക്കുള്ള രസമല്ല. ലദത്തിൻ രസം, ആനന്ദം. മെർക്കുറി അല്ല അത് രസം എന്നാണ്. മെർക്കുറി ലോഹം, ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹല്ലേ. അപ്പൊ ഫാനിയത്ത, നശിക്കുന്ന, ഫനാഉൻ, നാശം, ഫിനാഉൻ മുറ്റം, ഫനാഉൻ നാശം. അപ്പൊ ഫാനിയത്തുൻ, നശിക്കുന്ന, ഫാനിയത്ത. അപ്പം രസം, എങ്ങനത്തെ രസം? ആനന്ദം. എങ്ങനത്തെ ആനന്ദം? നശിക്കുന്ന ആനന്ദം അവർ തിരഞ്ഞെടുക്കൽ, അത് ജഹാലത്താണ്.
അതല്ലെങ്കിൽ നശ്വരമായ ആനന്ദം. നശ്വരം പറഞ്ഞാൽ ഇതിവിടെ കുറച്ചു കാലത്തേക്കുള്ളതാണ് അല്ലെ. ഇത് ആഖിറത്തുമായി പരിഗണിക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ, പരലോകമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നശ്വരമാണ്, വളരെ നൈമിഷികം ആണ്. അത് ഫാനിയത്താണ്. ഈ ദുനിയാവ് കാണുന്നതാണ്, അത് ഫാനിയത്താണ്, നശിക്കുന്നതാണ്, ഫാനിയ. അല ലദ്ദത്തിൽ ബാക്കിയത്തി, ബാക്കിയാകുന്ന, ബാക്കിയാകുന്ന അവശേഷിക്കുന്ന, ബാക്കിയാകുന്ന, ബാക്കിയത്താണ് ബാക്കിയാകുന്നത്, അവശേഷിക്കുന്ന രസം എന്ന് പറഞ്ഞാൽ നശ്വരമല്ല, അനശ്വരമായ രസം, അനശ്വരമായ ആനന്ദം. അപ്പൊ അനശ്വരമായ ആനന്ദത്തിന് പകരം നശ്വരമായ നശിക്കുന്ന ആനന്ദത്തെ സെലക്ട് ചെയ്തു അവർ അല്ലെ. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നവരെ ജഹാലത്ത് കൊണ്ട് ചെയ്തവർ അല്ലെങ്കിൽ അറിവുകേട് കൊണ്ട് തെറ്റ് ചെയ്തവർ എന്ന് പറയുന്നത്. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെല്ലാവരും അജ്ഞതയാണ് ചെയ്യുന്നത്. കാരണം അവരെന്ത് ചെയ്യുന്നു? തെറ്റ് ചെയ്യുന്നവരെന്താണ് ചെയ്യുന്നത്? നശ്വരമായ നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടി അനശ്വരമായ എന്നെന്നും നിലനിൽക്കുന്ന ബാക്കിയത്തായിട്ടുള്ള ഫാനിയത്തല്ലാത്ത ആ ആനന്ദത്തെ എന്ത് ചെയ്യുന്നു? പോക്കിക്കളയുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് അതെന്താണ്? അറിവുകേടല്ലേ. അതുകൊണ്ടാണ് ഇത് അറിവുകേട് കൊണ്ട് തെറ്റ് ചെയ്യാന്ന് പറയുന്നത്. ശരി, ജഹാലത്ത്. ഇനി പിന്നെ അടുത്തു തന്നെ തൗബ ചെയ്യുന്നവർ, സമീപത്ത് ഉടനെ തന്നെ അധികം വൈകാതെ തൗബ ചെയ്യുന്നവർ. തൗബ ചെയ്യുന്നവർ തീര പറയപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണം എന്ത്? മഅനാഹു, അതിന്റെ ആശയം ഖബല അൻ യുഹീത അസ്സൂഉ ബിഹസനാതിഹി ഫയുഹ്ബിതഹ. ഖബല മുമ്പ്, എപ്പോ മുമ്പ്? തൗബ ചെയ്യണം എന്തിനു മുമ്പ്? അൻ യുഹീത അസ്സൂഉ, തിന്മ വലയം ചെയ്യുന്നതിന് മുമ്പ്, ബിഹസനാതിഹി, അവന്റെ നന്മയെ, അവന്റെ നന്മകളെ തിന്മ വലയം ചെയ്തിട്ട് ഫയുഹ്ബിതഹ, എന്നിട്ട് എന്ത് ചെയ്യും? ആ നന്മകളെ അത് നശിപ്പിച്ചു കളയും. ശരി, അവന്റെ നന്മകളെ, അവന്റെ തിന്മ വലയം ചെയ്തിട്ട് അത് ആ നന്മകളെ നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥ എത്തും. അങ്ങനെയുള്ള അവസ്ഥ സംജാതമാകുന്നതിന് മുമ്പ് തൗബ ചെയ്യുക എന്നാണ്. പിന്നെ അടുത്തു തന്നെ തൗബ ചെയ്യുകയും ചെയ്യുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ എന്ന് പറയുന്ന ആശയം എന്ന് ഒരു തഫ്സീർ. ഇമാം സുദ്ദിയും അൽ കൽബിയും പറയുന്നു എന്ത്? അൽ ഖരീബു, സമീപമാണ്. സമീപം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തു തന്നെ എന്ന് പറയാൻ ആശയം, അടുത്തു തന്നെ തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അൻ യതൂബ ഫീ സിഹ്ഹതിഹി ഖബല മറദി മൗതിഹി. അൻ യതൂബ, അവൻ തൗബ ചെയ്യലാണ്. ഫീ സിഹ്ഹതിഹി, അവന് സിഹ്ഹത്തുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ഖബല മുമ്പായിട്ട്, മറദി മൗതിഹി, അവന്റെ രോഗകാരണമായേക്കാവുന്ന, അല്ല അവന്റെ മരണകാരണമായ ഹേതുവായേക്കാവുന്ന രോഗം, മറത് വരുന്നതിന് മുമ്പ്. അപ്പം മിക്കവാറും ആളുകൾ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടാണ് മരിക്കാറ് പലപ്പോഴും അല്ലേ. അപ്പോ ആ രോഗം മരണത്തിന് ഹേതുവാകാവുന്ന രോഗം വരുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയ്ക്ക് എന്താണ് സിഹത്തിന്റെ അവസ്ഥ എന്ന് പറയാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള പിന്നീട് ആ രോഗം എന്ത് ചെയ്യാം? ആ രോഗത്തിൽ പിന്നെ അയാൾ സിഹത്താവൂല. രോഗം അള്ളാഹുവാണ് ശരിയാക്കുന്നത്. ചിലപ്പം രോഗം ശരിയാക്കാൻ അള്ളാഹു ഉദ്ദേശം ഉണ്ടാവില്ല. ആ രോഗത്തിൽ ചില ആളും മരിക്കും. അങ്ങനെ രോഗത്തിന് ഹേതുവാകാൻ, രോഗത്തിന് ഹേതുവാന്ന് പറഞ്ഞാൽ രോഗത്തിനല്ല, മരണത്തിന് ഹേതുവാകുന്ന രോഗം എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് മരിക്കാതെ മരണം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മരിക്കും. ഒരു സബബ് ആകുന്നു. നമ്മളറിയാം ഇന്ന രോഗം, ക്യാൻസർ വായിച്ചാൽ മരിച്ചത്, അല്ലെങ്കിൽ ഇന്ന വായിച്ചാൽ മരിച്ചത് പറയില്ലേ. അപ്പൊ അങ്ങനെ അയാളുടെ മരണഹേതു ആയേക്കാവുന്ന രോഗം വരുന്നതിന് മുമ്പ് ഉള്ള ആരോഗ്യ കാലഘട്ടം ഉണ്ടല്ലോ, അപ്പൊ തന്നെ എന്ത് ചെയ്യുക? അയാള് തൗബ ചെയ്യുക എന്നതാണ് അതിന്റെ ആശയം എന്ന്. കാരണം ചിലപ്പോ രോഗം വന്ന് പെട്ടെന്ന് മരിക്കും അല്ലെ, തൗബ ചെയ്യാൻ സമയം കിട്ടില്ല. മരണം ആസന്നമാകുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് രോഗം ബാധിച്ചു, മരിക്കുന്നതായത് ഉറപ്പില്ല, മരിക്കാൻ സാധ്യതയുണ്ട്, ഇനി അതിൽ ക്ഷമനല്ല, ആ സമയത്ത് തൗബ ചെയ്യാം. ശരി, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന്റെ മുമ്പ് ചെയ്യലാണ്, ആരോഗ്യമുള്ള കാലത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ശരി, പക്ഷെ
റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ എന്ത് തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ന് വിചാരിച്ച് പിന്തിക്കരുത്. കാരണം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് എപ്പോഴാ അറിയാൻ പറ്റില്ല. പെട്ടെന്ന് എത്തും ചിലപ്പോൾ. അത് പെട്ടെന്ന് വശവും പെട്ടെന്ന് കഴിഞ്ഞു തരും സംഭവം. അതാണ്, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇക്രിമ എന്നവർ പറയുന്നു ഖബലൽ മൗത്ത്, മരണത്തിന് മുമ്പ് എന്നർത്ഥം. ഖരീബായിട്ട്, അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മരണത്തിന് മുമ്പ്. കാരണം മരണം വരെ എന്തുണ്ട്, തൗബ സ്വീകരിക്കും. മരണം വരെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ. ശരി, നസ്ർ ഞാൻ തുടങ്ങി. നസ്ർ എന്ന് പറഞ്ഞാൽ സക്കറാത്തിന്റെ ഹാരി ഞാൻ തുടങ്ങി. എന്ത്, മലക്കുൽ മൗത്ത് റൂഹ് ഊരാൻ തുടങ്ങിയ പിന്നെ എന്താണെന്നില്ല, തൗബ സ്വീകരിക്കപ്പെടില്ല എന്നർത്ഥം. മലക്കുൽ മൗത്ത് ഹാജരാകുന്നതിന് മുമ്പ്, ഇവന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വന്നിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ തഫ്സീറുകൾ. ഇനി അടുത്തത് ഇനി ഒരു ഹദീസ് കാണാം. പിന്നെ അവസാനം സനദൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയാൽ മതി. അവസാനത്തെ വരി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കെ പറ സലാത്തിൽ, ഇന്നല്ലാഹ തആല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗർ. എന്താ, ഇന്നല്ലാഹ തആല അല്ലാഹു സുബ്ഹാനഹു വതആല യഖ്ബലു സ്വീകരിക്കുന്നതാണ് തൗബത്തൽ അബ്ദി ദാസന്റെ പശ്ചാത്താപം, തൗബ മാ ലം യുഗർഗർ. ഖർഅറ എന്ന് പറഞ്ഞാൽ റൂഹ് അല്ലേ ശബ്ദം അല്ലേ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താം, അതിനെ സൂചിപ്പിക്കാനാണ് ഖർഅറ എന്ന് പറയുന്നത്. മനസ്സിലായി, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ. എന്നാൽ എത്തിയിട്ടില്ലെങ്കിൽ ആണ്, എത്തിയിട്ടില്ല അത്തരം അബിതാണെങ്കിൽ. അപ്പൊ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ പിന്നെന്ത് ചെയ്യില്ല, അള്ളാഹു തൗബ സ്വീകരിക്കില്ല. അപ്പൊ അതുവരെ അള്ളാഹു തൗബ സ്വീകരിക്കും എന്നർത്ഥം. തഫ്സീർ അൽ ബഗ്വി. ഇനി അടുത്തത്, വലൈസതി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത്. തൗബ അല്ല, ആർക്കല്ല, ഇല്ലദീന ഒരു കൂട്ടർക്കല്ല, അല്ലദീന യഅമലൂന അസ്സയ്യിആത്ത് തിന്മകൾ പ്രവർത്തിക്കുന്ന കൂട്ടർക്കല്ല തൗബ. അതായത് അസ്സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മകൾ എന്ന് പറഞ്ഞാൽ അൽ മആസി, പാപപ്രവർത്തികളാണ്. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, മരണവാസന്നമാകുന്നവരെന്ന് പറഞ്ഞാൽ അവൻ നസ്ഇലായി. നസ്ഇ എന്ന് പറഞ്ഞാൽ അസക്കറാത്തിന്റെ ഹാലിലായി. നസ്ഇ ഇവിടെ റൂഹ് ഊരിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് മലക്ക്, അല്ലെങ്കിൽ ഊരാൻ തുടങ്ങി എന്നതാണ്. ഖാല ഇന്നി തുബ്തുൽ ആൻ, അവൻ പറഞ്ഞു ഞാനിപ്പോ ഇതാ തൗബ ചെയ്തിരിക്കുന്നു. വഹിയ ഹാലത്തു സൗഖി ഹീന തുസാഖു റൂഹുഹു, അവന്റെ റൂഹ് നയിക്കപ്പെടുമ്പോൾ ഉള്ള ഒരവസ്ഥയാണ്. റൂഹ് ഇങ്ങനെ ബദനിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന്, ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇങ്ങനെ വേർപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല. അതുവരെ കാത്തിരിക്കാൻ പാടില്ല. ലാ യഖ്ബലു മിൻ കാഫിരിൻ ഈമാനും വലാ മിൻ ആസിൻ തൗബത്തുൻ. ആ സമയത്ത് ലാ യഖ്ബലു സ്വീകരിക്കപ്പെടുന്നതല്ല, മിൻ ആസിൻ, മിൻ കാഫിരിൻ കാഫിറിൽ നിന്ന്, സത്യനിഷേധിയിൽ നിന്ന്, ഈമാനും ഈമാൻ. സത്യനിഷേധിയായ ഒരാള് അപ്പൊ പറയാ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അപ്പോൾ ഷഹാദത്ത് വേണ്ടി പറ്റുമോ? പറ്റില്ല. മനസ്സിലായില്ലേ? ആ അവസ്ഥയിൽ ഈമാൻ പ്രയോജനപ്പെടുകയില്ല, ലാ യഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല, മിൻ കാഫിരിൻ കാഫിറിൽ നിന്ന്, ഈമാനും ഈമാൻ സത്യവിശ്വാസം. ആ സമയത്ത് വലാ മിൻ ആസിൻ പാപിയിൽ നിന്നും ഇല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല എന്നർത്ഥം. തൗബത്തുൻ തൗബ, ആ അവസ്ഥയിൽ. അപ്പൊ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ റൂഹ് ഊരാൻ തുടങ്ങിയിട്ട് മരണമാസന്നമായി, ആ സമയത്ത് എന്ത് പറ്റില്ല, മരണമാസന്നമായി എന്ന് പറഞ്ഞാല് മരണത്തിലുള്ള രോഗം വന്നെന്ന് വിചാരിച്ചെന്നും അങ്ങനെ ഹദീസുകളിലൊക്കെ കാണാം. നമ്മൾ പഠിച്ചില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു യഹൂദി ബാലൻ അല്ലെ, അവന് അസുഖമായപ്പോൾ റസൂലുള്ളാഹി ചെന്നു, എന്നിട്ട് കലിമ ചൊല്ലാൻ പറഞ്ഞു. അപ്പം അച്ഛന്റെ മുഖത്തേക്ക് നോക്കി, ജൂതനായ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ അബുൽ ഖാസിമിനെ അനുസരിക്കാൻ പറഞ്ഞു. അബുൽ ഖാസിമിനെ അനുസരിക്കൂ എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ കലിമ ചൊല്ലി. അങ്ങനെ തിരിച്ച് റസൂലുള്ളാഹി പോരുമ്പോ
നരകത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നബി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഹദീസ് പഠിച്ചിട്ട് അല്ലേ, പഠിച്ചില്ലേ, ഓർമ്മല്ലേ? അപ്പോ മരണ ആസന്നമായ ഒരു രോഗം വന്നു എന്ന് വിചാരിച്ചിട്ട് ഷാത്ത് കലിമ ചെല്ലാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഷാത്ത് കലിമ ചെല്ലുമ്പം അത് പിന്നെ ചെല്ലിട്ട് കാര്യമില്ലെന്നോ അയാൾ പറയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ പറയരുത്. അത് അള്ളാഹിന്റെ അടുക്കത്തെ കാര്യമാണ്. നമുക്കറിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മരണാസന്നമായ അവസ്ഥ ലാസ്റ്റ് മൊമെന്റ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിയുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരാൾ വെച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, എന്ത് മരണാസന്നമായി നമുക്കൊരു അടയാളത്തെ വെച്ചിട്ട് പറയാന്നുള്ളതല്ലാതെ നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. അയാൾ ഇന്ന സമയത്ത് മരിക്കുന്നത് പറ്റില്ല. അപ്പൊ എന്താണ് മരണം ഉറപ്പായ സമയത്ത് എന്താണ് കാഫിറിന്റെ ഈമാൻ അതേപോലെ പാപിയുടെ തൊബിയും സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ്. അല്ലാഹു തആല അള്ളാഹു പറഞ്ഞു. വേറെ ആയത്ത് നോക്കാം, സൂറത്ത് ഗാഫിർ 85-ാമത്തെ ആയത്ത്, അല്ലെങ്കിൽ സൂറത്തുൽ ഗാഫിർ 40-ാമത്തെ സൂറത്താണ്. അതിന് മുഅ്മിൻ എന്നും പേരുണ്ട്. സൂറത്ത് അൽ മുഅ്മിൻ എന്നും ഈ സൂറത്ത് പേര്. അൽ ഗാഫിർ എന്ന് ചിലപ്പോൾ ചിലപ്പോൾ അൽ മുഅ്മിൻ എന്നും കാണാം പേര്. എന്താണ് 84-85 ആയത്ത് നോക്കാം. താഴെ فَلَمَّا رَأَوْا بَأْسَنَا قَالُوا آمَنَّا بِاللَّهِ وَحْدَهُ وَكَفَرْنَا بِمَا كُنَّا بِهِ مُشْرِكِينَ فَلَمْ يَكُ يَنفَعُهُمْ إِيمَانُهُمْ لَمَّا رَأَوْا بَأْسَنَا سُنَّةَ اللَّهِ الَّتِي قَدْ خَلَتْ فِي عِبَادِهِ وَخَسِرَ هُنَالِكَ الْكَافِرُونَ فَلَمَّا رَأَوْا അങ്ങനെ അവർ കണ്ടപ്പോൾ ബഅ്സന നമ്മുടെ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ, ചിലപ്പം വലിയ കൊടുങ്കാറ്റും അങ്ങനെ പല ലോകത്ത് മുൻകഴിഞ്ഞ സമൂഹങ്ങളിൽ പല പല ശിക്ഷകൾ വന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. കൊടുങ്കാറ്റൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ശിക്ഷകളൊക്കെ അവർ കാണുമ്പോൾ ആരും പറയും ആമന്നാ ബില്ലാഹി വഹ്ദഹ്, നശിക്കുന്നതാണെന്ന് ഉറപ്പായി. അപ്പൊ പറയാം ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അല്ലാഹു വഹ്ദഹ്, അവന് മാത്രം. പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ പോരാ. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ഏകനാണ് എന്ന അവിശ്വാസമാണ് തൗഹീദ് അല്ലേ. അപ്പൊ അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോ അള്ളാഹു അല്ലാതെ മറ്റൊരാളെ ആരാധിക്കാൻ പറ്റില്ല, ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. അവര് മക്കാ മുശ്രിക്കുകള് അള്ളാഹു ഏകനാണെന്ന് വിശ്വാസം അവർക്കില്ലായിരുന്നു. അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ശരിയായ വിശ്വാസമായിരുന്നില്ല. അവർ വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്? ലാത്ത ഉസ്സ ഇതൊക്കെ അതിന്റെ കൂടെ ആരാധിക്കാം. അവരൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന ചില, ഞങ്ങൾക്ക് കുർബ് അള്ളാഹുവിന്റെ അടുത്തേക്ക് സാമീപ്യം ഉണ്ടാക്കാൻ ഉതകുന്ന ചില മഹാന്മാര് അല്ലെങ്കിൽ ചില ആളുകളൊക്കെയാണ് അതിന്റെ ബിംബങ്ങൾ അവരുണ്ടാക്കി പൂജിച്ചത്. മനസ്സിലായി? അവരുടെയൊക്കെ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും പലരും. നല്ല ആളുകളെ ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി പൂജിക്കാൻ പറ്റുമോ? അമ്പിയാക്കളുടെ ബിംബം ഉണ്ടാക്കി പൂജിക്കാൻ പറ്റുമോ? ബിംബം ഉണ്ടാക്കാതെ പൂജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഒരാള് സംസാരത്തില് അറിയാതെ ഒരു പറഞ്ഞതായിരിക്കും. പിന്നെ എന്ത് സംസാരത്തിലൊരിക്കൽ പറഞ്ഞു, എന്നോട് സംസാരിച്ചപ്പോ എന്ത് മക്കാ മുശ്രിക്കുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് അള്ളാഹുവിലാണ് വിശ്വാസം പറഞ്ഞത് ഖുർആനിൽ. അത് തന്നെ ശരിയായ രൂപത്തിലുള്ള വിശ്വാസമല്ല, ശരിയല്ലേ? അല്ലാതെ മക്കാ മുശ്രികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവരതിന്റെ കൂടെ ലാത്തക്കും ഹുസ്സക്കൊക്കെ ആരാധിച്ചിരുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോകുന്നത് അതെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ തൗഹീദ്. അള്ളാഹുവിൽ മാത്രം അള്ളാഹു മാത്രം ഇലാഹാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പൊ നബിമാരിൽ വിശ്വസിക്കണം, പക്ഷെ എങ്ങനെയാണ്? നബിമാരി എന്ന നിലയിലാണ് വിശ്വസിക്കുന്നത്. അവര് എന്തല്ല, ഇലാഹുകൾ അല്ല. അപ്പൊ മക്കാ മുശ്രിക്കുകൾ എങ്ങനെയാണ്? അവർ ഈ ആകാശവും ഭൂമിയൊക്കെ ആരാ പഠിച്ചെന്ന് ചോദിച്ചാൽ അവർ പറയാം എന്താണ്? ലാത്തയാണെന്നല്ല, അള്ളാഹ് തന്നെ പറയാം. അങ്ങനെ പറഞ്ഞിരുന്നത്, മനസ്സിലായേ? പക്ഷെ എന്താണ് അതിന്റെ കൂടെ അവർ ആരെ ആരാധിച്ചിരുന്നു? ലാത്തയെ ഉസ്സയൊക്കെ ആരാധിച്ചിരുന്നു എന്നതാണ്. അതുകൊണ്ട് എന്തല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ അവർക്ക് വിശ്വാസമില്ല. അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു, അത് ശരിയായ രൂപത്തിൽ അല്ല.
വകഫർന ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ബിമാ ഒന്നുകൊണ്ട്, കുന്ന ഞങ്ങളായിരുന്നു, ബിഹി അതുകൊണ്ട്, മുശ്രിക്കീൻ ശിർക്ക് ചെയ്യുന്നവരാല് ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരായിരുന്നു, അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പങ്കാളികളാക്കിയിരുന്ന, അള്ളാഹുവിൽ പങ്കാളികളാക്കിയിരുന്ന അതിലൊക്കെ ഞങ്ങൾ ഇതപ്പാ നിഷേധിച്ചിരിക്കുന്നു. ഇപ്പതാ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോ അള്ളാഹുവിൽ അള്ളാഹുവിനെ മാത്രം ഇലാഹായി കണക്കാക്കിയിരിക്കുന്നു. ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇലാഹായി ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. എന്ത്? നമ്മുടെ ശിക്ഷ നേരിട്ട് കാണുമ്പോ. അപ്പൊ അള്ളാഹു പറയണേ, ഫലം യകു യൻഫഉഹും ഈമാനുഹും, ഫലം യകു ആയില്ല, യൻഫഉഹും അവർക്ക് ഉപകാരപ്പെട്ടില്ല, എന്ത്? ഈമാനുഹും അവരുടെ വിശ്വാസം. ആ സമയത്ത് അവർ സത്യവിശ്വാസം സ്വീകരിച്ചത് അവർക്ക് പ്രയോജനം ചെയ്തില്ല. ലമ്മാ റഅൂ ബഅസന നമ്മുടെ ശിക്ഷ അവർ കണ്ടപ്പോൾ സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് ഫീ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിന്റെ നടപടിക്രമം കഴിഞ്ഞു പോയത് ഇങ്ങനെയാണ്. അല്ലാഹു നടപ്പിലാക്കി കഴിഞ്ഞിട്ടുള്ള നടപടിക്രമം ആണ് ഇത്. വിവിധ സമൂഹങ്ങൾ അവിടെ ഖസ്റ പരാജയത്തിലായി, അല്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കുന്നു. അൽ കാഫിറൂൻ സത്യനിഷേധി. അപ്പോ വിശ്വസിക്കാനൊരു ടൈം, ആ സമയത്ത് തന്നെ വിശ്വസിക്കണം. അല്ലാതെ പിന്നീട് വിശ്വസിക്കാം, അതേപോലെ പിന്നീട് കർമ്മങ്ങൾ ചെയ്യാം, നല്ലത് ചെയ്യാം, പിന്നീട് തെറ്റുകളിൽ നിന്ന് മാറാം എന്നുള്ള ചിന്ത തന്നെ തെറ്റാണ്. ഇപ്പൊ തന്നെ നന്നാകുക എന്നാണ്. ഒരാൾക്ക് നല്ലൊരു ബോധ്യം വരുമ്പോ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ വിശ്വാസം സ്വീകരിക്കാം. അതല്ല, വിശ്വാസിയാണ്, അയാള് സൽക്കർമ്മങ്ങൾ കുറവാണ്, തെറ്റുകളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ അയാൾക്ക് ഒരു ബോധ്യം വരുമ്പോ അയാള് അപ്പൊ തന്നെ എന്ത് ചെയ്യണം? അത് നാളത്തേക്ക് ബാക്കി വെക്കരുത്. നാളെ ചെയ്യാ, നാളെ നിസ്കാരം തുടങ്ങുക, അങ്ങനെ പരിപാടിയില്ല. ശരി, അപ്പൊ എപ്പോഴാ തോന്നിയത്? അപ്പൊ തന്നെ തുടങ്ങാം. കാരണം അടുത്ത നിമിഷം സംഭവിക്കുന്ന അറിയില്ല, മരിച്ചു പോലും.